ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു ഹെൽത്ത് ഇൻസ്പെക്ടേഴ്സ് ഗ്രൂപ്പ്. ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് ക്രീനിയൽ നെർവ്സിനെ പറ്റിയാണ്. ക്രീനിയൽ നെർവ്സ് എന്താണ് ക്രീനിയൽ നെർവ്സ്? നമ്മുടെ ബ്രെയിനിൽ നിന്ന് ഡയറക്റ്റ്ലി എമേർജ് ചെയ്യുന്ന കുറെ നെർവ്സിനെയാണ് നമ്മൾ ക്രീനിയൽ നെർവ്സ് എന്ന് വിളിക്കുന്നത്. ഇവ മെയിൻ ആയിട്ടും നമ്മുടെ ബ്രെയിനിൽ നിന്ന് നമ്മുടെ ബോഡിയുടെ പല പാർട്സിലോട്ട് ഇൻഫോർമേഷൻ പാസ് ചെയ്യാണ് ചെയ്യുന്നത്. ബോഡിയുടെ പല പാർട്സ് എന്ന് പറയുമ്പോൾ മെയിൻ ആയിട്ടും നമ്മുടെ ഹെഡ് ആൻഡ് നെക്ക് റീജിയൻസിലോട്ടാണ് ഇവ പോകുന്നത്. അവിടത്തെ നമ്മുടെ സെൻസറി ഓർഗൻസ് ആയ ഐസ്, നോസ്, മൗത്ത് അവിടെയൊക്കെയുള്ള വിഷൻ, ടേസ്റ്റ്, സ്മെല്ല്, ഹിയറിങ് ഈ ഫംഗ്ഷൻ ഒക്കെയാണ് ക്രീനിയൽ നെർവ്സ് ഹെൽപ്പ് ചെയ്യുന്നത്. എല്ലാ ക്രീനിയൽ നെർവും പെയർഡ് ആയിട്ടാണ് നമ്മുടെ ബോഡിയിലുള്ളത്. അങ്ങനെ നമ്മുടെ ബോഡിയുടെ രണ്ട് ഭാഗത്തേക്കും ഈ ക്രീനിയൽ നെർവ്സ് പടർന്നിട്ട് കിടക്കുന്നുണ്ട്. ഇത് 12 പെയേഴ്സ് ആണ് നമുക്ക് ക്രീനിയൽ നെർവ്സ് ഉള്ളത്. ക്രീനിയൽ നെർവ്സിന്റെ ഫംഗ്ഷൻ വെച്ച് നോക്കുമ്പോൾ സെൻസറി ഫംഗ്ഷനും മോട്ടോർ ഫംഗ്ഷനും ഉണ്ട്. എല്ലാ ക്രീനിയൽ നെർവ്സും സെൻസറിയും മോട്ടോറും ആയിരിക്കണമെന്നില്ല. ചില ക്രീനിയൽ നെർവ്സ് സെൻസറി ഫംഗ്ഷൻ മാത്രം ചെയ്യുന്നതും ചിലത് മോട്ടോർ ഫംഗ്ഷനിങ് മാത്രം ഉള്ളതും ചിലത് സെൻസറി ഫംഗ്ഷനും മോട്ടോർ ഫംഗ്ഷനും രണ്ടും ഉള്ളതുമായിരിക്കും. ക്രീനിയൽ നെർവ്സിന്റെ നെയിംസ് എടുക്കുവാണെങ്കിൽ നമ്മളിതൊരു നെമോണിക് വെച്ച് പഠിക്കുവാണെങ്കിൽ only one of the actors felt very good as villain and hero. അങ്ങനെ 12 വരുമ്പോൾ olfactory, optic, oculomotor, trochlear, trigeminal, abducens, facial, vestibulocochlear, glossopharyngeal, vagus, accessory and hypoglossal. ഇവ 12 ക്രേനിയൽ നെർവ്സ്. പിന്നെ വരുന്നത് ക്രേനിയൽ നെർവിന്റെ ഫങ്ഷൻസ്. നമ്മൾ പറഞ്ഞു ചില ക്രേനിയൽ നെർവ്സ് മോട്ടോർ ഫങ്ഷൻസും ചില ക്രേനിയൽ നെർവ്സ് സെൻസറി ഫങ്ഷൻസ് നടത്തുന്നതും ചിലത് മോട്ടോർ ഫങ്ഷനും സെൻസറി ഫങ്ഷനും രണ്ടും നടത്തുന്നതാണ്. അതിന്റെ ഒരു നെമോണിക് ആണ് സം സേ മണി മാറ്റേഴ്സ് ബട്ട് മൈ ബ്രദർ സേസ് ബിഗ് ബ്രെയിൻ മാറ്റേഴ്സ്. അപ്പോ അത് ആ ഓർഡറിൽ തന്നെ നമ്മൾ പഠിച്ച നെമോണിക്കിലുള്ള ക്രീനിയൽ നെർവ്സിന്റെ നെയിംസിന്റെ ഓർഡറിൽ തന്നെയാണ് ഇതും വരുന്നത്. ഫങ്ഷൻസിന്റെ ഇതും നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത്. അതിൽ ഫസ്റ്റ് ഓൾഫാക്ടറി വരുന്നത് സെൻസറി ഫംഗ്ഷനിങ്ങിന് മാത്രവും ഒപ്റ്റിക്കും സെൻസറി ഫംഗ്ഷനിങ്ങിന് മാത്രം ഉള്ളതും, അതേസമയം ഒക്ലോമോട്ടോറും ട്രോക്ലിയാറും അബ്ഡ്യൂസെൻസും പിന്നെ ആക്സസറിയും ഹൈപ്പോഗ്ലോസലും ഒക്കെ മോട്ടോർ ഫങ്ഷൻസ് ചെയ്യുന്നതാണ്. ട്രൈജെമിനലും ഗ്ലോസോഫരീഞ്ചിയലും വേഗസ് നെർവും അതുപോലെ തന്നെ ഫേഷ്യൽ നെർവും രണ്ട് ഫങ്ഷൻസും അഥവാ സെൻസറി ഫങ്ഷൻസും മോട്ടോർ ഫങ്ഷൻസും ചെയ്യുന്നതാണ്. ഫസ്റ്റ് നെർവ് ഓൾഫാക്ടറി നെർവ്. Olfactory nerve എന്ന് പറയുന്നത് it transmits sensory information related to smell from the nose to the brain. Olfaction എന്ന വാക്കിന്റെ അർത്ഥം സ്മെല്ല് അല്ലെങ്കിൽ റിലേറ്റഡ് ടു സ്മെൽ എന്നാണ്. സോ ഓൾഫാക്ടറി നെർവ് നമ്മൾ ചുറ്റുമുള്ള സ്മെല്ല് എടുത്തിട്ട് ഡിറ്റക്ട് ചെയ്ത് അത് എന്തിന്റെ സ്മെല്ലാണെന്ന്, അത് ഗുഡ് ഓർഡർ ആണോ ബാഡ് ആണോ എന്നൊക്കെ നമ്മൾ തിരിച്ചറിയാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഓൾഫാക്ടറി നെർവ്. സെക്കൻഡ് വൺ ഒപ്റ്റിക് നെർവ്. It transmits visual information from the eye to the brain. It is known as the nerve of sight. അപ്പോൾ ഒപ്റ്റിക് നെർവ് നമ്മുടെ കാഴ്ചയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഒപ്റ്റിക് നെർവ്. അതിന് നെർവ് ഓഫ് സൈറ്റ് എന്ന് വിളിക്കും. തേർഡ് വൺ ഒക്കുലോമോട്ടോർ നെർവ്. ഒക്കുലോമോട്ടോർ നെർവ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഐസിന്റെ തന്നെയുള്ളതാണ്, പക്ഷെ അത് വിഷൻ അല്ല, മറിച്ച് മോർ അബൌട്ട് ദ മോട്ടോർ ഫങ്ഷൻസ്, നമ്മുടെ എക്സ്റ്റേണൽ മസിൽസിനെയാണ് ഇത് നെർവേഷൻ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ പാരാസിമ്പത്തറ്റിക് നെർവ്സിനെ നമ്മുടെ സീലിയറി മസിൽസും ഐറിസിന്റെ മസിൽസും, നമ്മുടെ കണ്ണിന്റെ അകത്തുള്ള മൂവ്മെന്റിന് ഹെൽപ്പ് ചെയ്യുന്ന മസിൽസ് ആണ് സീലിയറി മസിൽസും. അതുപോലെ ഐറിസ് ഒരു ബ്രൗണിഷ് പാർട്ടാണ് കണ്ണിന്റെ അകത്തുള്ള. അതിനെല്ലാം സപ്ലൈ ചെയ്യുന്നത് ഈ ഒക്കുലോമോട്ടോർ നെർവ് ആണ്. അങ്ങനെ സപ്ലൈ ചെയ്ത് നമ്മുടെ ഐസിന്റെ മൂവ്മെന്റ്സിന്, ഐലിഡ് ഓപ്പൺ ചെയ്യാന്, നമ്മുടെ കൃഷ്ണമണി പ്യൂപ്പിൾസ് കൺസ്ട്രിക്ട് ചെയ്യാനും, നമ്മൾ ലൈറ്റ് അടിക്കുമ്പോൾ കണ്ണിന്റെ കൃഷ്ണമണി ചുരുങ്ങും അത് മാറുമ്പോൾ വിടരൊക്കെ ചെയ്യുന്നുണ്ട്. സോ അങ്ങനത്തെ ഫംഗ്ഷൻ ഒക്കെ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് ഒക്കുലോമോട്ടോർ നെർവ്. ഇതിന്റെ ക്ലിനിക്കലി ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ചാൽ, അഥവാ ഈ നെർവിന് എന്തെങ്കിലും തകരാറ് സംഭവിക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ലൂസിങ്ങോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഡിഫക്റ്റ് സംഭവിക്കുകയാണെങ്കിൽ നമുക്ക് സംഭവിക്കുന്നതാണ് ഒന്ന് ടോസിസ് എന്ന് വെച്ചാൽ നമ്മുടെ കണ്ണിന് നമുക്ക് കൺട്രോൾ ഇല്ലാണ്ട് ഇങ്ങനെ തൂങ്ങി നിൽക്കുന്ന അവസ്ഥ, ദെൻ സ്ക്വിന്റ് കോങ്കണ്ണ്, പിന്നെ ലോസ് ഓഫ് റിഫ്ലക്സസ് ഓഫ് ലൈറ്റ് ആൻഡ് അക്കോമഡേഷൻ. നമുക്ക് ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ലൈറ്റ് അടിക്കുമ്പോൾ നമ്മുടെ പ്യൂപ്പിൾസ് കൃഷ്ണമണി ജസ്റ്റ് ഒന്ന് ചുരുങ്ങും, ആ ലൈറ്റ് പോകുമ്പോൾ അത് നിവരം ചെയ്യുന്നുണ്ട്. നമ്മുടെ ഐസിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത്. അപ്പോൾ അങ്ങനത്തെ റിഫ്ലക്സസ് ഒന്നും നമുക്ക് ഉണ്ടാവില്ല. അതുപോലെ നമ്മൾ അടുത്തുള്ള സാധനവും ദൂരെയുള്ള സാധനവും കാണുന്നതിന്റെ ആ ഒരു മാറ്റത്തിനാണ്, നമ്മൾ അടുത്തുള്ള സാധനം കണ്ടിട്ട് പെട്ടെന്ന് ദൂരെയുള്ള സാധനം കാണാനുള്ള ആ ഒരു എബിലിറ്റിയാണ് അക്കോമഡേഷൻ എന്ന് പറഞ്ഞാൽ. സോ നമുക്ക് അതിലൊന്നും പറ്റാതെ വരും ഒക്കുലോമോട്ടോർ നെർവിന് എന്തെങ്കിലും ഡിഫക്റ്റ് വന്നാൽ. നെക്സ്റ്റ് വരുന്നത് ഫോർത്ത് വൺ ട്രോക്ലിയർ നെർവ് ആണ്. Trochlear nerve controls a superior oblique muscle which rotates the eye.
സോ താഴെ തന്ന പിക്ചറിൽ സുപ്പീരിയർ ഒബ്ലിക് നെർവ് എവിടെയാന്ന് കാണിച്ചിട്ടുണ്ട്. അതിന്റെ ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ഐസ്, നമ്മുടെ കണ്ണിന്റെ കൃഷ്ണമണി അകത്ത് തന്നെ കടക്കുന്നില്ലേ, പല ദിശയിലോട്ട് നമുക്ക് നോക്കാൻ പറ്റുന്നത്. സോ അതൊക്കെയാണ് റോളിംഗ് ഓഫ് ഐസ്, റൊട്ടേറ്റിംഗ് ഓഫ് ദ ഐസ്, അങ്ങനത്തെ ഫംഗ്ഷൻ ഒക്കെയാണ് ട്രോക്ലിയർ നെർവ് വഴി നമുക്ക് സാധ്യമാകുന്നത്. നെക്സ്റ്റ് വരുന്നത് ഫിഫ്ത്ത് വൺ, ട്രൈജെമിനൽ നെർവ്. ട്രൈജെമിനൽ നെർവ് ആണ് ലാർജസ്റ്റ് ക്രേനിയൽ നെർവ്. ഇതിനെ മെയിൻ ആയിട്ട് 3 ബ്രാഞ്ചസ് ആയിട്ട് തിരിച്ചിട്ടുണ്ട്. അതിൽ ഒന്ന് ഒപ്താൽമിക് സോണ്, 2 മാക്സിലറി സോണ്, 3 മാൻഡിബുലാർ സോണ്. ഇങ്ങനത്തെ 3 സോണായിട്ടാണ് ഈ നെർവേഷൻ തിരിച്ചിട്ടുള്ളത്. ഇതിൽ മെയിൻ ആയിട്ട് സെൻസറി ഇൻഫോർമേഷൻസ് നമ്മുടെ ഫേസിന് കൊടുക്കുകയും അതുപോലെ മോട്ടോർ ഇൻഫോർമേഷൻസ് നമ്മുടെ മാക്സിലറി ബോണും മാൻഡിബുലാർ ബോണും ഉണ്ടല്ലോ, ചിന്നിന്റെ മുകളിലും താഴേക്കായിട്ടുള്ള ആ ബോണിന് പ്രൊവൈഡ് ചെയ്യുകയും ചെയ്യുന്നു. ഈ മസിൽസിന് മോട്ടോർ സെൻസേഷൻ കൊടുത്തിട്ട് നമ്മുടെ ചൂയിങ്, അതുപോലെ നമുക്ക് മാസ്റ്റിക്കേഷൻ, ചവയ്ക്കാനും അരയ്ക്കാനും അങ്ങനെയുള്ള സംഭവത്തിനൊക്കെ നമ്മുടെ ടീത്തിനെയും ജോയിനെയും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നത് ഈ ട്രൈജെമിനൽ നെർവിലൂടെ വരുന്ന ഇൻഫർമേഷൻ ആണ്. ഇതിന്റെ ക്ലിനിക്കൽ ഇമ്പോർട്ടൻസ് എന്ന് പറയുമ്പോൾ ഹെർപ്പിസ് എന്ന ഒരു വൈറസ് അസുഖമാണ്. ഹെർപ്പിസ് വന്നു കഴിഞ്ഞാൽ അത് നമ്മുടെ ഒപ്താൽമിക് ബ്രാഞ്ചിനെ എഫക്ട് ചെയ്യുമ്പോൾ നമുക്ക് പാർഷ്യൽ ഓർ കംപ്ലീറ്റ് ബ്ലൈൻഡ്നെസ് ഉണ്ടാവും. അതുപോലെ ഈ ഹെർപ്പിക് ലീഷൻ നമുക്ക് വന്നു കഴിഞ്ഞാൽ, നമ്മുടെ നെർവ്സിന് ഹെർപ്പിക് ലീഷൻ വന്നു കഴിഞ്ഞാൽ പോസ്റ്റ് ഹെർപ്പിക് ന്യൂറാൾജിയ എന്നൊരു കണ്ടീഷൻ ഉണ്ടാകും. അത് നമ്മുടെ സെൽസിനെ അഫക്ട് ചെയ്യുന്നതാണ്. അത് നമുക്ക് കണ്ടിന്യൂസ് പെയിൻ തരുന്ന, നമ്മുടെ നെർവിനൊക്കെ ഭയങ്കര പെയിൻഫുൾ ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ് ആണ് പോസ്റ്റ് ഹെർപ്പിക് ന്യൂറാൾജിയ എന്ന് പറയുന്ന കണ്ടീഷൻ. അതുപോലെ പോസ്റ്റ് ഹെർപ്പിക് എൻസെഫലൈറ്റിസ് എന്ന് പറയുന്നതും നമ്മുടെ ബ്രെയിനിനെ അഫക്ട് ചെയ്യുന്ന ഒരു കണ്ടീഷനാണ്. അത് പക്ഷെ റെയർ ആയിട്ടേ കാണാറുള്ളൂ. നെക്സ്റ്റ് വരുന്നത് സിക്സ്ത് വൺ, അബ്ഡ്യൂസൻസ് നെർവ്. Abducens nerves controls the lateral rectus muscles which moves the eyes outward. നമ്മുടെ കണ്ണൊക്കെ ഇങ്ങനെ പുറത്തോട്ട് തള്ളി വരാനും നമ്മുടെ റിയാക്ഷൻ അനുസരിച്ചുള്ള ഇതിന് വേണ്ടിയിട്ട് നമ്മുടെ ഐസിനെ ബൾജ് ചെയ്യിക്കാനും അല്ലാതെ തന്നെ നമ്മുടെ ഐസിന്റെ പൊസിഷനിങ്ങിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് അബ്ഡ്യൂസൻസ് നെർവ്. നെക്സ്റ്റ് വരുന്നത് സെവൻത് വൺ, ഫേഷ്യൽ നെർവ്. ഫേഷ്യൽ നെർവ് നമ്മുടെ മെയിൻ ആയിട്ട് നമ്മുടെ എക്സ്പ്രഷൻസ്, നമ്മുടെ ടേസ്റ്റ് സെൻസേഷൻ, ടിയറും സലീവയും ഒക്കെ ഉണ്ടാക്കുന്നത്, ഇതെല്ലാമാണ് ഫേഷ്യൽ നെർവിന്റെ ഫങ്ഷൻസ് വരുന്നത്. ഈ ടേസ്റ്റും ടിയർ സലൈവേഷൻ പ്രൊഡക്ഷൻ ഒക്കെ ഫേഷ്യൽ നെർവ് മാത്രമല്ല, വേറെ നെർവ്സും അതിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ബട്ട് ഫേഷ്യൽ നെർവിന്റെ വൺ ഓഫ് ദ ഫങ്ഷൻ ആണ് ഇതും. പിന്നെ ഇതിന്റെ ക്ലിനിക്കൽ ഇമ്പോർട്ടൻസ് എന്ന് പറയുമ്പോൾ കള്ളില് നമ്മുടെ എന്തെങ്കിലും ഇഞ്ചുറീസ് പറ്റുവാണെങ്കിൽ, അല്ലെങ്കിൽ ട്യൂമേഴ്സോ അല്ലെങ്കിൽ പോളിയോ അസുഖമില്ലേ, പോളിയോ മൈലൈറ്റിസ്, സോ ഇതൊക്കെ വരുവാണെങ്കിൽ നമ്മുടെ ഫേഷ്യൽ നെർവിനെ അഫക്ട് ചെയ്യുമ്പോൾ അത് പാരലൈസ്ഡ് പോകാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഫേഷ്യൽ നെർവ് പാരാലിസിസ് വരും. ഫേഷ്യൽ നെർവ് പാരാലിസിസ് വരുമ്പോൾ നമുക്ക് ഈ പറയുന്ന മാതിരി ഫേഷ്യൽ എക്സ്പ്രഷൻസ് നമുക്ക് അധികം ചെയ്യാൻ പറ്റില്ല. അതുപോലെ ടിയർ ആൻഡ് സലീവ പ്രൊഡക്ഷനിലൊക്കെ എന്തെങ്കിലും ഡിഫക്റ്റ് ഉണ്ടാകും. പിന്നെ വരുന്ന ഒരു കണ്ടീഷനാണ് ബെൽസ് പാൾസി എന്ന് പറയുന്നത്. അത് നമ്മുടെ മോട്ടോർ നെർവിന്റെ, ഫേഷ്യൽ നെർവിന്റെ നമ്മൾ സപ്ലൈ ചെയ്യുന്ന മോട്ടോർ ഫങ്ഷൻസിനെ അഫക്ട് ചെയ്യുന്നതാണ്. അവിടെ വരുമ്പോൾ ഏത് സൈഡിലാണോ അത് എഫക്ട് ചെയ്തിരിക്കുന്നത്, ബോത്ത് സൈഡിലോട്ടും ഈ നെർവിന് ഫങ്ഷനിങ് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. ഏത് സൈഡിനെയാണോ അഫക്ട് ചെയ്തേക്കുന്നത് ആ സൈഡ് മോഷൻലെസ് ആയിട്ട് അവിടെ മാത്രം നമുക്ക് അനക്കാൻ പറ്റാണ്ട് വരും. ഇപ്പൊ നമ്മൾ ചിരിക്കുമ്പോൾ ഒരു സൈഡിൽ ചിരിക്കുമ്പോൾ ആ ചുണ്ട് നീങ്ങും, മറ്റേ സൈഡിൽ അനക്കം ഇല്ലാണ്ടിരിക്കും. അതൊക്കെ സംഭവിക്കുന്നത് ഈ ബെൽസ് പാൾസി പോലത്തെ അസുഖത്തിലാണ്. പിന്നെ ആ സൈഡിലെ ഐസ് നമുക്ക് ഐലിഡ് ഓപ്പൺ ആയിട്ട് തന്നെ ഇരിക്കും, നമുക്ക് അതിനെ ക്ലോസ് ചെയ്യാൻ പറ്റില്ല. നമ്മുടെ ആ ഭാഗത്ത് ഐലിഡ്സിന്റെ മോഷൻ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അതുപോലെ അങ്ങനെ വന്ന് ടീയേഴ്സ് എപ്പോഴും നമ്മുടെ ഇതിൽ കൂടെ ചാടിക്കൊണ്ടിരിക്കും. സലൈവ പ്രൊഡക്ഷൻ ഒന്നുമില്ല നമുക്ക്. അതുപോലെ ആ ഒരു ഏരിയ ഫുള്ള് പാരലൈസ്ഡ് പോകുന്നുണ്ട്, നമുക്ക് ചൂ ചെയ്യാനോ ഇത് ചെയ്യാനോ പറ്റില്ല. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമ്മുടെ ഫുഡ് അവിടെ അക്യുമുലേറ്റ് ചെയ്ത് നിൽക്കും. സോ മൊത്തത്തിൽ ഏത് സൈഡിനെയാണ് എഫക്ട് ചെയ്യുന്നത് ആ സൈഡ് കംപ്ലീറ്റ്ലി പാരലൈസ്ഡ് ആയി പോകും. നെക്സ്റ്റ് വരുന്നത് വെസ്റ്റിബുലോ കോക്ലിയർ നെർവ്. ഈ നെർവ് ഓഡിറ്ററി നെർവ് എന്നും അക്വസ്റ്റിക് നെർവ് എന്നും ഒക്കെ അറിയപ്പെടുന്നുണ്ട്. കാരണം ഇത് നമ്മുടെ ഈ ഹിയറിങ്ങിനെ ഹെൽപ്പ് ചെയ്യുന്ന നെർവാണ് വെസ്റ്റിബുലോ കോക്ലിയർ നെർവ്. ഇത് മെയിൻ ആയിട്ട് സൗണ്ടിനെ ട്രാൻസ്മിറ്റ് ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ ഇയറിന്റെ വേറൊരു ഫംഗ്ഷൻ ആണ് ബോഡി ബാലൻസ്. ഈ ബാലൻസിങ്ങിന് വേണ്ടിയിട്ട് ഉള്ള ഇൻഫോർമേഷൻ നമ്മുടെ ബ്രെയിനിന് പാസ് ചെയ്യുകയും ചെയ്യുന്നതാണ് വെസ്റ്റിബുലോ കോക്ലിയർ നെർവ്. നമ്മൾ ഇരിക്കുമ്പോൾ ഉള്ള ബാലൻസ് അല്ല നമുക്ക് നിൽക്കുമ്പോൾ വേണ്ടത്. സോ നമ്മുടെ ബോഡി ഇരുന്നിട്ട് എഴുന്നേക്കുവാണ് എന്നൊരു ഇൻഫർമേഷൻ വെസ്റ്റിബുലോ കോക്ലിയർ നെർവിന് കിട്ടി. അതിനനുസരിച്ചുള്ള ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്നതും അഡ്ജസ്റ്റ് ചെയ്യുന്നതും ഒക്കെ ഈ നെർവിന്റെ ഹെൽപ്പോട് കൂടിയിട്ടാണ്. ഈ നെർവിന് 2 പാർട്ടുണ്ട്, ഒന്ന് കോക്ലിയർ നെർവും ഒന്ന് വെസ്റ്റിബുലാർ നെർവും. കോക്ലിയർ നെർവ് എന്ന് പറയുമ്പോൾ കോക്ലിയ റിലേറ്റഡ് ടു ഹിയറിംഗ്. സോ അതാണ് ട്രൂ നെർവ് ഓഫ് ഹിയറിംഗ്. നമ്മുടെ ഹിയറിംഗിനെ ഹെൽപ്പ് ചെയ്യുന്ന ഇത് കോക്ലിയർ നെർവ് പാർട്ട് ഓഫ് ദ വെസ്റ്റിബുലോ കോക്ലിയർ നെർവ് ആണ്.
പിന്നെ വരുന്നത് വെസ്റ്റിബുലാർ നെർവ്. വെസ്റ്റിബുലാർ നെർവ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഇക്വിലിബ്രിയം, അതായത് നമ്മുടെ ബാലൻസ് പറഞ്ഞില്ലേ, ഇരുന്നിട്ട് എഴുന്നേൽക്കുമ്പോൾ, നടക്കുമ്പോൾ, അങ്ങനെ നമ്മുടെ ബോഡിയുടെ ഡിഫറെന്റ് പൊസിഷൻ അനുസരിച്ച് നമ്മുടെ ബാലൻസിനെ അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നത് ഈ വെസ്റ്റിബുലാർ നെർവ് പാർട്ടാണ്. വെസ്റ്റിബുലോ കോക്ലിയർ നെർവിന്റെ വെസ്റ്റിബുലാർ പാർട്ടാണ് അതിനെ ഹെൽപ്പ് ചെയ്യുന്നത്. നെക്സ്റ്റ് നയൻത് വൺ ഗ്ലോസോഫെറിഞ്ചൽ നെർവ്. ഗ്ലോസോഫെറിഞ്ചൽ നെർവ് എന്ന് പറയുമ്പോൾ നമ്മുടെ സ്വാളോയിങ്, ടേസ്റ്റ് സെൻസേഷൻ, സലൈവ പ്രൊഡക്ഷൻ, നമ്മൾ നേരത്തെ ഫേഷ്യൽ നെർവിനും ടേസ്റ്റ് സെൻസേഷനും ടിയർ പ്രൊഡക്ഷൻ, സലൈവ പ്രൊഡക്ഷൻ ഒക്കെ പറഞ്ഞായിരുന്നു. പ്ലസ് ഈ ഗ്ലോസോഫെറിഞ്ചൽ നെർവും ഇതിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതിന് മാത്രമല്ല, നമ്മൾ ഇറക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഫാരിങ്സ് റീജിയൻ, കഴുത്തിന്റെ റീജിയൻ, ആ റീജിയനിലെ മസിൽസിനെ ഒക്കെ കൺട്രോൾ ചെയ്ത് നമുക്ക് ഇറക്കാനുള്ള കപ്പാസിറ്റി തരുന്നതും ഈ ഗ്ലോസോഫെറിഞ്ചൽ നെർവിൽ നിന്ന് കിട്ടുന്ന ഇൻഫർമേഷൻസ് ആണ്. നമ്മുടെ ഫാരിങ്സ്, അതായത് നമ്മുടെ കഴുത്തിന്റെ അവിടുത്തെ മസിലാണ് ഫാരിങ്സിന്റെ അവിടുത്തെ മസിലിന് ഒരു കൺസ്ട്രക്ടർ ഫംഗ്ഷനിങ് നൽകുന്നത് ഈ ഗ്ലോസോഫെറിഞ്ചൽ നെർവിന്റെ ഇൻഫർമേഷൻസ് ആണ്. അങ്ങനെയാണ് നമുക്ക് ഇറക്കാനുള്ള സംഭവം വരുന്നത്. അതുപോലെ സെക്രീറ്ററി ഫംഗ്ഷൻ പ്ലസ് മോട്ടോർ ഫംഗ്ഷൻ ആണ് നമ്മുടെ പാരോട്ടിഡ് ഗ്ലാൻഡിന് കൊടുക്കുന്നത്. പാരോട്ടിഡ് ഗ്ലാൻഡ് എന്ന് പറയുന്നത് സലൈവ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗ്ലാൻഡ് ആണ്. സോ സലൈവ പ്രൊഡക്ഷനും അതുവഴി ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ നമ്മുടെ ടങ്കിന്റെ പോസ്റ്റീരിയർ തേർഡ്, നമ്മുടെ ടങ്കിനെ നമ്മൾ ആക്ച്വലി ആന്റീരിയർ 2/3 ആയിട്ടും പോസ്റ്റീരിയർ 1/3 ആയിട്ടും തിരിച്ചിട്ടുണ്ട്. ആന്റീരിയർ പോസ്റ്റീരിയർ പാർട്ടുണ്ട്, അതിനെ 3ആയിട്ട് തിരിച്ചിട്ടുള്ളതൊക്കെ. അതിലെ പോസ്റ്റീരിയർ പോർഷൻ, പുറകിലത്തെ പോർഷന് സെൻസേഷൻ നൽകി അവിടെ ടേസ്റ്റ് നമുക്ക് ഡിറ്റക്ട് ചെയ്യാൻ പറ്റുന്നത് ഗ്ലോസോഫെറിഞ്ചൽ നെർവിന്റെ ഹെൽപ്പോട് കൂടിയിട്ടാണ്. അതുപോലെ സോഫ്റ്റ് പാലറ്റ്, നമ്മുടെ അണ്ണാക്ക്, മുകളിലത്തെ അണ്ണാക്കിന്റെ ഫ്രണ്ട് പോർഷൻ ഹാർഡ് പാലറ്റും ബാക്ക് പോർഷൻ സോഫ്റ്റ് പാലറ്റും ആണ്. സോ അണ്ണാക്കിന്റെ ഏറ്റവും സോഫ്റ്റ് ആയിട്ടുള്ള റീജിയനിലും ഈ ഒരു ഹെൽപ്പ് ചെയ്ത് നമ്മളെ ടേസ്റ്റിന് ഹെൽപ്പ് ചെയ്യുന്നതും സ്വാളോയിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്നതൊക്കെ ഗ്ലോസോഫെറിഞ്ചൽ നെർവ് ആണ്. നെക്സ്റ്റ് വേഗസ് നെർവ്, അതാണ് 10th നെർവ്. വേഗസ് നെർവിന് കുറച്ച് ബോഡിലി ഫങ്ഷൻസിൽ നല്ലോണം ഇതുണ്ട്. നമ്മൾ ഇത്രയും നേരം പറഞ്ഞിരുന്നത് ഫ്രണ്ടിലെ പോർഷൻസ്, ഹെഡ് ആൻഡ് നെക്ക് റീജിയനിലെ ഏരിയാസ് ആയിരുന്നു. ബട്ട് വേഗസ് നെർവ് കുറച്ചുകൂടി നമ്മുടെ ബോഡി പാർട്സിലോട്ട് ഇറങ്ങി ചെന്നിട്ടുള്ള ഫംഗ്ഷനിങ് ഉണ്ട്. അഥവാ നമ്മളെ ഹാർട്ട് റേറ്റ് ബാലൻസ് ചെയ്യുന്നതും ഡൈജഷൻ, റെസ്പിറേഷൻ തുടങ്ങിയ ഫംഗ്ഷൻസിലെല്ലാം വേഗസ് നെർവിന് ആക്ട് ഉണ്ട്. അതിൽ ഹാർട്ട് റേറ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഓരോ സിറ്റുവേഷൻ അനുസരിച്ചും അല്ലെങ്കിൽ നമ്മുടെ ഓരോ ബോഡിയുടെ സ്റ്റേറ്റ് അനുസരിച്ചും ഹാർട്ട് റേറ്റ് കൂട്ടാനും കുറയ്ക്കാനും, അതുപോലെ നമ്മുടെ ഡൈജസ്റ്റീവ് പ്രോസസ്സിനും റെസ്പിറേഷൻ കൂട്ടാനും കുറയ്ക്കാനും, അതിന്റെ ഡെപ്തും ഇതൊക്കെ കൂട്ടാനും കുറയ്ക്കാനും എല്ലാം ഈ വേഗസ് നെർവിന് ഫംഗ്ഷൻ ഉണ്ട്. നെക്സ്റ്റ് 11th നെർവ് സ്പൈനൽ ആക്സസറി നെർവ്. സ്പൈനൽ ആക്സസറി നെർവ് എന്ന് പറയുമ്പോൾ തന്നെ സ്പൈനൽ ഏരിയ അല്ലെങ്കിൽ ആ ഒരു റീജിയൻ നോക്കിയാൽ മതി. അപ്പൊ നമ്മുടെ നെക്കും ഷോൾഡർ മസിൽസും ബാക്കിലെ പോർഷൻസ് ആണ് മെയിൻ ആയിട്ട് ഇൻവോൾവ് ചെയ്യുന്നത്. അതില് നെക്കിന്റെയും ഷോൾഡറിന്റെയും മസിൽസിന്റെ ഫംഗ്ഷനിങ്ങിനെ മെയിൻ ആയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് സ്പൈനൽ ആക്സസറി മസിൽസ് നെർവ്സ്. ദിസ് നെർവ് ഈസ് ഡിവൈഡഡ് ഇൻറ്റു 2 പാർട്സ്. 2 പാർട്ടായിട്ട് ഇതിനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഒന്ന് നമ്മുടെ വേഗസ് നെർവിനെ അക്കമ്പനി ചെയ്ത്, നമ്മുടെ വേഗസ് നെർവ് നമ്മൾ പറഞ്ഞു ഹാർട്ട് റേറ്റ്, റെസ്പിറേഷൻ, ഡൈജഷൻ പോലത്തെ സംഭവങ്ങളാണെന്ന്. അതിന്റെ കൂടെ ഹെൽപ്പ് ചെയ്ത് ലാരിങ്സിന്റെയും ഫാരിങ്സിന്റെയും ആക്ഷനും ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ലാരിങ്സ് എന്ന് പറയുന്നത് നമ്മുടെ സൗണ്ട് ബോക്സ്, അതാണ്. ഫാരിങ്സ് എന്ന് പറയുന്നത് നമ്മുടെ നെക്ക് റീജിയനിലെ മസിൽസ് ആണ്. സോ നമ്മൾ സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുമ്പോഴും നമ്മുടെ ചുറ്റുമുള്ള മസിൽസ് അതിനനുസരിച്ച് നമ്മൾ സ്ട്രെയിൻ എടുക്കുമ്പോൾ അതിനനുസരിച്ച് അനങ്ങുന്നുണ്ട്. സോ ആ ഒരു ഫംഗ്ഷനിങ്ങിന്, ഫാരിങ്സിന്റെ ഫംഗ്ഷനിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നെക്സ്റ്റ് പാർട്ട് പോകുന്നത് മോട്ടോർ നെർവ് ആയിട്ടാണ് പോകുന്നത്. അത് നമ്മുടെ സ്റ്റേർണോമാസ്റ്റോയിഡും ട്രപ്പീസിയസ് മസിലൊക്കെ, ഇതൊക്കെ ഷോൾഡറിന്റെ അവിടെയുള്ള മസിൽസിന്റെ പേരാണ്. സ്റ്റേർണോമാസ്റ്റോയിഡ് മസിലും ട്രപ്പീസിയസ് മസിലൊക്കെ അതിന്റെ ഫംഗ്ഷനിങ്ങിനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട് സ്പൈനൽ ആക്സസറി നെർവ്. ദെൻ നമ്മുടെ ലാസ്റ്റ് ആൻഡ് 12th ഹൈപ്പോഗ്ലോസൽ നെർവ് ആണുള്ളത്. അത് നമ്മുടെ ടങ് മൂവ്മെന്റ്സിനെയാണ് ഹെൽപ്പ് ചെയ്യുന്നത്. നമ്മുടെ നാക്ക് പൊക്കാനും തട്ടാനും നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റാനൊക്കെ ഈ ഹൈപ്പോഗ്ലോസൽ നെർവിലൂടെ പോകുന്ന ഇൻഫർമേഷൻ ആണ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. സോ നമ്മൾ ഇന്ന് ഫുൾ പഠിച്ചത് ക്രേനിയൽ നെർവ്സിനെ പറ്റിയായിരുന്നു. 12 ക്രേനിയൽ നെർവ്സ് നമുക്കുണ്ട്. ഓൾഫാക്ടറി, ഒപ്റ്റിക്, ഒക്കുലോമോട്ടർ, ട്രോക്ലിയർ, ട്രൈജെമിനൽ, അബ്ഡ്യൂസൻസ്, ഫേഷ്യൽ, വെസ്റ്റിബുലോ കോക്ലിയർ, ഗ്ലോസോഫെറിഞ്ചിയൽ, വേഗസ്, ആക്സസറി ആൻഡ് ഹൈപ്പോഗ്ലോസൽ. ഇങ്ങനത്തെ 12 ക്രേനിയൽ നെർവ്സിനെയും അതിന്റെ ഫംഗ്ഷൻസും ആണ് നമ്മൾ ഇന്ന് ഇവിടെ പഠിച്ചത്. ഇനി നിങ്ങൾക്ക് ഇതിനെപ്പറ്റി ഫർദർ വല്ല ഡൗട്ട്സും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ചെയ്യാവുന്നതാണ്. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ദ ക്ലാസ്. താങ്ക് യു.